ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്നൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ചിക്കൻ കറിയാണിത്. അപ്പത്തിൻ്റെ കൂടെ മാത്രമല്ല, ഫ്രൈഡ് റൈസ് അതുപോലെ പൊറോട്ട എന്തിൻ്റെ കൂടെയും ഈ ചിക്കൻ കറി കഴിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 4 പീസ് ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ക്ലീൻ ചെയ്ത് ഒന്ന് രാഗി എടുത്തിട്ടുണ്ട്. 2 ലെഗ് പീസും 2 തൈ പീസും എടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. കാശ്മീരി മുളക് പൊടി കുറച്ച് ചേർക്കാം. ഇതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പും കൂടി ചേർക്കാം. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് സോസ് ചേർക്കാം. ഞാൻ സോസ് എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ചേർത്തത്, അല്ലെങ്കിൽ പേസ്റ്റ് ആയാലും മതി. ചിക്കൻ കഷ്ണങ്ങളിൽ ഇതെല്ലാം നന്നായിട്ട് പിടിക്കോളം കൈകൊണ്ട് പുരട്ടി കൊടുക്കാം. ഒത്തിരി ഡ്രൈ ആണെങ്കിൽ കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ എണ്ണയോ ചേർത്ത് നല്ലതുപോലെ പുരട്ടി ഇതുപോലെ ആക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്കൊരു മസാല റെഡിയാക്കണം. അതിന് വേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കാം. ഇതിലേക്ക് ഒരു കഷ്ണം പട്ട, ഒരു 4 ഗ്രാമ്പു, 2 ഏലക്കായ ചേർത്ത് ഒന്ന് ചൂടാക്കാം. 8-10 കുരുമുളക് ചേർക്കാം. ഒരു 20-25 അല്ലി വെളുത്തുള്ളി ചേർക്കാം. ചെറിയ അല്ലി അതുകൊണ്ടാണ് ഇത്രയും എടുത്തത്. ഇനി ഒരു കഷ്ണം ഇഞ്ചി, 1.5 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയത് ഇതിലേക്ക് ചേർക്കാം. എരിവിന് വേണ്ടി ഞാൻ കാശ്മീരി വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത്. ഒരു 10 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് നാടൻ വറ്റൽമുളകും ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്. ഇത് എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് 2 മീഡിയം സവാള കുറച്ച് കട്ടിയിൽ സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് കശുവണ്ടി ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റിയതിന് ശേഷം ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ വഴറ്റി സവാളയൊക്കെ നല്ല സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇതെല്ലാം ലോ ഫ്ലെയിമിലാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. പെട്ടെന്ന് റെഡിയാകാൻ വേണ്ടിയിട്ട് ഫ്ലെയിം കൂട്ടി വയ്ക്കരുത്. ഇപ്പോൾ നല്ല കറക്റ്റ് പാകമായിട്ടുണ്ട്. സവാള ഇതുപോലെ പിങ്ക് നിറമാകുമ്പോൾ മറ്റ് ഇൻഗ്രീഡിയൻസും പാകത്തിന് കുക്കായിട്ടുണ്ടാവും. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഈ പ്രത്യേക കറിക്കൂട്ടാണ് കേട്ടോ ഈ ചിക്കൻ കറിക്ക് ഇത്രയും ടേസ്റ്റ് ഉണ്ടാക്കുന്നത്. വളരെ നല്ലൊരു മസാല കറിക്കൂട്ടാണിത്. ഇത് നമുക്ക് വേണമെങ്കിൽ ബീഫിലും ട്രൈ ചെയ്യാവുന്നതാണ്. മിക്സിയുടെ ജാറിലേക്ക് മസാല എല്ലാം ഇട്ടതിന് ശേഷം ആദ്യം ഒന്ന് നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ മിക്സിയുടെ ജാറ് മൂടിയിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം വളരെ കുറച്ച് വെള്ളത്തിൽ ഇത് നല്ലതുപോലെ അരച്ചെടുക്കണം. ഇതുപോലെ നല്ല കട്ടിയിൽ അരച്ചെടുക്കണം. ഒഴുകാത്ത പാകത്തിൽ അരച്ചെടുക്കണം. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് മസാല റെഡിയാക്കിയ പാനിൽ കുറച്ചുകൂടി സൺഫ്ലവർ ഓയിൽ ചേർക്കാം. എന്നിട്ട് മാരിനേറ്റ് ചെയ്ത ചിക്കൻ പീസസ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈഡ് ആവശ്യമില്ല, ഷാലോ ഫ്രൈ ചെയ്താൽ മതിയാകും. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ വേണം ഈ കഷ്ണങ്ങൾ ഫ്രൈ ചെയ്തെടുക്കാൻ. ഓരോ സൈഡും 5 മിനിറ്റ് വീതം ഫ്രൈ ചെയ്യാം. 5 മിനിറ്റിന് ശേഷം ഒരു സൈഡ് മറിച്ചിടാം. ഇപ്പോൾ ഒരു സൈഡ് നല്ലതുപോലെ മൊരിഞ്ഞിട്ടുണ്ട്. ഒത്തിരി കരിഞ്ഞ് ഡാർക്ക് ആകണ്ട, ഇതുപോലെ മൊരിഞ്ഞാൽ മതിയാകും. ഇനി മറ്റേ സൈഡും നമുക്ക് 5 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 5 മിനിറ്റിന് ശേഷം വീണ്ടും നമുക്കിതൊന്ന് തിരിച്ചിടാം. വീണ്ടും തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാല അരപ്പ് റെഡിയാക്കുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ. അത് റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ കറി വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. കുക്കിംഗ് പ്രോസസ്സ് വളരെ കുറവാണ്. ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ജാറിലുള്ള മസാല 1/2 കപ്പ് വെള്ളത്തിൽ അഴിപ്പിച്ച് ഇതിലേക്ക് ചേർക്കാം. ചിക്കനും അരപ്പൊക്കെ ഒന്ന് വേകാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് മീഡിയം ഹീറ്റിലോട്ട് മാറ്റി നല്ലതുപോലെ ഒന്ന് തിളക്കുന്നത് വരെ ഇളക്കി കൊടുക്കുക. നന്നായി തിളച്ച് തുടങ്ങുമ്പോഴേക്കും ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് മൂടി വെച്ച് 10 മിനിറ്റ് കുക്ക് ചെയ്യുക. ഇപ്പോൾ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി മൂടി വെച്ച് നമുക്ക് 10 മിനിറ്റ് വേവിക്കാം. 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. ഇപ്പോൾ എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞിട്ടുണ്ട്. നല്ല കുറുകിയ ഗ്രേവിയുള്ള കറിയാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പൊടിയായി അരിഞ്ഞ മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് കഴിഞ്ഞാൽ സ്റ്റവ് ഓഫ് ചെയ്ത് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഈ ചിക്കൻ കറിയുടെ രുചി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്കും നല്ല രുചിയാണ്. കാണുമ്പോൾ തന്നെ വായിൽ കപ്പലോടും. ഈസ്റ്ററിനും ഏത് പെരുന്നാളിനും ഒക്കെ തയ്യാറാക്കാൻ പറ്റിയൊരു ചിക്കൻ കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്